അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കെട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. അബു ഹസൻ, MRC എത്തിക്കഴിഞ്ഞു. ഇനി കഷ്ടിച്ച് ഒരു സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് അടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഇടോ, ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. എലി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. എപ്പോഴാ തീര? ഇനി ഉടനെ കണ്ടുകിട്ടുന്നത് വരെ. എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് എങ്ങനെ അറിയാ? കിഴക്ക് ഓടോ, അതാ നിക്കണം. അതാ അവർ MRC ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! അയ്യോ എന്റെ അച്ഛൻ. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ അകത്തിട്. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീതു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടി കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയാ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായർ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കുന്നത്.
ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ ഫോട്ടോ ഫോട്ടോ ചെല്ലോ ചെല്ലോ. ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ. ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ആഹാ. ആ, ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. ഓ എടി എടി എടി, ഞാൻ അത്ര മണ്ടൊന്നുമല്ല. നിന്റെ ആ പെരട്ട് കിളവ തന്തയുണ്ടല്ലോ, അവൻ ഞങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കി. നിന്നെ കൊല്ലാതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്റെ കുന്തം വേണേലും ചെയ്യ്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഓർക്ക നിലവിളിക്കാൻ പറഞ്ഞേക്കാം. ആ സെക്കൻഡിൽ നിന്നെ കൊന്നിരിക്കും. പിന്നെ എന്നെ കൊല്ലാൻ മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയെങ്കിലും ഇവിടെ ഉണ്ടോ? അയ്യ, നിന്നെ പോലെ നീർക്കൊല്ലിയ കൊല്ല എന്തിനടി കത്തി? ഈ കോഴിയൊക്കെ കൊല്ലുന്നവരെ കഴുത്തിരിച്ച് കൊന്നുകളെ ഞാൻ. ഇങ്ങ് വാടാ കഴുത്തിലിരിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഞാൻ ഒച്ചയിടും. താഴെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നേ എനിക്കറിയാം. പിന്നെ താൻ ചെട്ടിയാരുടെ കാശും വീട്ടുവാടകയും ഒക്കെ കൊടുക്കും. താഴെ ആളുകൾ താമസിക്കുന്നവരെ നീ അവളോട് പറഞ്ഞു അല്ലേ? പറഞ്ഞു. അതിനെന്താ? അവസാനം നീ പോലീസിനെ കൊണ്ടും പിടിപ്പിക്കും അല്ലടാ? രാമേന്ദ്രൻ ദേഷ്യപ്പെടല്ലേ? അല്ലെ തന്നെ അച്ഛനെ കണ്ടത് മുതൽ മനസ്സിന് ആകെ ഒരു സമാധാനം ഇല്ലാണ്ടിരിക്കുക. എന്നാ അച്ഛനും കൂടെ അങ്ങോട്ട് പോരുന്നില്ലേ? മനുഷ്യനിവിടെ തീയും ചവിട്ടി നിൽക്കുക. അപ്പോഴാ അവന്റെ ഒരു അച്ഛനും കുച്ചനും. ആ, ഞാൻ ആ MRC ഒന്ന് കാണാൻ പോവാ. അവസാന കയ്യിൽ നിന്ന് നോക്കട്ടെ പണം കിട്ടുമോ ഇല്ലയോന്ന്. ഞാൻ വരട്ടെ. അപ്പൊ ഇവിടെ കാവലിനാരാ? നിന്റെ മറ്റവനോ? മര്യാദയ്ക്ക് അവളെ നോക്കി ഇവിടെ ഇരുന്നോണം. എന്താ? ദയവ് ചെയ്ത് കുട്ടി ഒച്ചയൊന്നും ഉണ്ടാക്കല്ലേ. ആളുകൾ അറിഞ്ഞാൽ ഒക്കെ തീരും. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. അവര് നല്ലതുപോലെ ദേഹോദ്രവേൽപ്പിക്കുകയും ചെയ്യും. അതേ, ഞാൻ ആ വെള്ളക്കുരങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അത് പോട്ടെ, തനിക്ക് വിശക്കുന്നില്ലേ? ആ, വിശപ്പൊക്കെ കലശലായിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ചില്ലി കാശും ഇല്ല. കാശ് ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വരുമോ? അയ്യോ, കാശുണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി എന്തും വാങ്ങിച്ചോണ്ട് വരാം.